ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻറ്റ്സ് ഇവയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. വി ഓൾറെഡി സ്റ്റഡീഡ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ദാറ്റ് ഡിറ്റർമിൻസ് ഹൗ മച്ച് ക്വാണ്ടിറ്റീസ് ടു ബി പർച്ചേസ്ഡ്. ഇല്ലേ? How much quantities of a commodity is to be purchased is also determined by the prices of related commodities. ഒരു സാധനത്തിൻ്റെ വില മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന മാറ്റവും ഒരു കമ്മോഡിറ്റിയുടെ ചോദനത്തിൽ മാറ്റമുണ്ടാക്കുന്നു. ഒരു സാധനവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയാണ് നാം റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് വിളിക്കുന്നത്. Related commodity has been classified into two. One is substitute commodity അഥവാ പ്രതിസ്ഥാപന വസ്തുക്കൾ, and other is complementary commodity അഥവാ പൂരക വസ്തുക്കൾ. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. What do you mean by substitute commodity and complementary commodity? Give 2 examples each for substitute and complementary commodities. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. First of all, we are going to discuss about substitute commodity. പ്രതിസ്ഥാപന വസ്തുക്കൾ എന്താണ് എന്നതാണ് നാം ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. Substitute commodities are those commodities that can be used in place of another. ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു വസ്തുവിനെയാണ് നാം സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ചായയും കാപ്പിയും. ചായയ്ക്ക് പകരം നമുക്ക് കാപ്പി ഉപയോഗിക്കാം, കാപ്പിക്ക് പകരം നമുക്ക് ചായയും ഉപയോഗിക്കാം. സോ ടീ ആൻഡ് കോഫി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി. എനി അതർ എക്സാമ്പിൾസ് പ്ലീസ്? യെസ്, കോക്ക് ആൻഡ് പെപ്സി. പെപ്സിക്ക് പകരം നമുക്ക് കോക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോക്കിന് പകരം നമുക്ക് പെപ്സി ഉപയോഗിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. കോക്കിൻ്റെ വില ഉയർന്നു. കോക്കിൻ്റെ വില ഉയർന്നു എങ്കിൽ കോക്കിന് പകരം ഉപയോഗിക്കാവുന്ന പെപ്സിയുടെ ഡിമാൻഡ് എന്താവും? കോക്കും പെപ്സിയും നമുക്ക് മാറി മാറി ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാം. കോക്കിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ പെപ്സിയുടെ ഡിമാൻഡ് എന്താവും? യെസ്, നമ്മൾ കോക്കിന് പകരം പെപ്സി കൂടുതലായിട്ട് വാങ്ങിക്കും. സോ പ്രൈസ് ഓഫ് ദ കോക്ക് ഇൻക്രീസസ്, കോൺസിക്വൻ്റ്ലി ഡിമാൻഡ് ഓഫ് പെപ്സി ഓൾസോ ഇൻക്രീസസ്. ശരിയല്ലേ? അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റിയുടെ ഡിമാൻഡും എന്താകുന്നു? വർദ്ധിക്കുന്നു. എങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ ഒരേ ദിശയിലേക്ക് ആയിരിക്കും. ഇനി നേരെ തിരിച്ചു പറയാം. പ്രൈസ് ഓഫ് കോക്ക് ഡിക്രീസസ്. കോക്കിൻ്റെ വില കുറഞ്ഞു എങ്കിൽ പെപ്സിയുടെ ഡിമാൻഡ് എന്താകും? കോക്കിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെപ്സി വാങ്ങിക്കുന്നത് കുറച്ച് കോക്ക് കൂടുതലായി വാങ്ങിക്കും, അല്ലേ? എങ്കിൽ ഡിമാൻഡ് ഓഫ് പെപ്സി ഡിക്രീസസ്. ലുക്ക് അറ്റ് ഹിയർ, പ്രൈസ് ഓഫ് കോക്ക് ഡിക്രീസസ്, കോൺസിക്വൻ്റ്ലി the demand of substitute commodity Pepsi also decreases. So price and quantity demanded of substitute commodities moves in the same direction. ശരിയല്ലേ? വെൽ, ഇനി നമുക്ക് കോംപ്ലിമെൻ്ററി ഗുഡ് എന്താണെന്ന് നോക്കാം. ഒരാവശ്യം പൂർത്തീകരിക്കുന്നതിനായി നാം ഒരുമിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങളെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ് അഥവാ പൂരക വസ്തുക്കൾ എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ എ പെർട്ടിക്കുലർ വാണ്ട്. ഫോർ എക്സാമ്പിൾ, കാർ ആൻഡ് പെട്രോൾ. യാത്ര ചെയ്യുക എന്ന നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കണമെങ്കിൽ നാം കാറും പെട്രോളും ഒരുമിച്ച് വാങ്ങിക്കണം, ഇല്ലേ? റൈറ്റ്. അപ്പം കാറും പെട്രോളും എന്തിന് ഉദാഹരണമാണ്? യെസ്, കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റിക്ക് ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയൂ.
യെസ്, ഷൂസ് ആൻഡ് സോക്സ്. ഷൂസും സോക്സും നാം ഒരുമിച്ചാണ് വാങ്ങിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനായിട്ട് പറ്റുള്ളൂ. യെസ്, വെരി ഗുഡ്. ഇനി നോക്കുക, കാർ ആൻഡ് പെട്രോൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റി. ഇവിടെ പ്രൈസും ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡുമാണ് നാം അളക്കുന്നത്. കാറിൻ്റെ വില കൂടുകയാണ് എങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റിയായ പെട്രോളിൻ്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? കാറിൻ്റെ വില കൂടിയിട്ടുണ്ട് എങ്കിൽ നാം കാറ് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. എങ്കിൽ പെട്രോളിൻ്റെ ഡിമാൻഡ് എന്താവും? യെസ്, പെട്രോളിൻ്റെ ഡിമാൻഡ് കുറയും. വെരി ഗുഡ്. അപ്പോൾ പെട്രോളിൻ്റെ ഡിമാൻഡ് എന്തായി? കുറഞ്ഞു അല്ലേ? ദാറ്റ് ഈസ് വെൻ പ്രൈസ് ഓഫ് ദ കാർ ഇൻക്രീസസ്, ദ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റി പെട്രോൾ goes on decreasing. So, price and quantity demanded in the case of a complementary commodity moves in the opposite direction. അല്ലേ? ഇനി നോക്കുക, when price of the car decreases, കാറിൻ്റെ വില കുറഞ്ഞെങ്കിലോ ആളുകൾ കൂടുതലായിട്ട് കാർ വാങ്ങിക്കും. എങ്കിൽ പെട്രോളിൻ്റെ ഡിമാൻഡ് എന്താകും? യെസ്, വർദ്ധിക്കും. എങ്കിൽ പെട്രോളിൻ്റെ ഡിമാൻഡ് എന്താവുകയാണ്? വർദ്ധിക്കുകയാണ്. അപ്പോഴോ വെൻ പ്രൈസ് ഓഫ് ദ കാർ ഡിക്രീസസ്, ദ ഡിമാൻഡ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റി പെട്രോൾ ഗോസ് ഓൺ ഇൻക്രീസിങ്. ഇൻ ദിസ് കേസ് ഓൾസോ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദി കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റീസ് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അല്ലേ? ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മാർക്കറ്റ് ഡിമാൻഡ് അഥവാ കമ്പോള ചോദനം, ഇതാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി 4 മാർക്കിന് ചോദിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മാർക്കറ്റ് ഡിമാൻഡ് റെഫേഴ്സ് ടു the total demand for a commodity by all the consumers from the market at different prices in a given period of time. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവിധ വിലകളിൽ ഒരു മാർക്കറ്റിലെ എല്ലാ ഉപഭോക്താക്കളും ചേർന്ന് വാങ്ങിക്കുന്ന ഒരു സാധനത്തിൻ്റെ അളവിനെയാണ് നാം മാർക്കറ്റ് ഡിമാൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ വിശകലനം എളുപ്പമാക്കാനായിട്ട് മാർക്കറ്റിലാകെ 2 കൺസ്യൂമേഴ്സേ ഉള്ളൂ എന്നാണ് നാം സങ്കല്പിക്കുന്നത്. കൺസ്യൂമർ എ ആൻഡ് കൺസ്യൂമർ ബി. ഫസ്റ്റ് ടേബിൾ കൺസ്യൂമർ എയുടെ ഡിമാൻഡ് ഷെഡ്യൂളാണ്. വില 1 ആയപ്പോൾ 4 എണ്ണവും, 2 ആയപ്പോൾ 3ഉം, വില 3 ആയപ്പോൾ 2ഉം, വില 4 ആയപ്പോൾ 1 വീതവുമാണ് ഫസ്റ്റ് കൺസ്യൂമർ എ കൺസ്യൂം ചെയ്യുന്നത്. രണ്ടാമത്തെ കൺസ്യൂമറായ ബി വില 1 ആയപ്പോൾ 5 എണ്ണവും, 2 ആയപ്പോൾ 4, 3 ആയപ്പോൾ 3 എണ്ണവും, 4 ആയപ്പോൾ 2 വീതവുമാണ് രണ്ടാമത്തെ കൺസ്യൂമർ വാങ്ങിക്കുന്നത്. എങ്കിൽ ആകെ 2 ഉപഭോക്താക്കൾ മാത്രമുള്ള നമ്മുടെ മാർക്കറ്റിൽ വില 1 ആയപ്പോൾ കൺസ്യൂമർ എ 4ഉം കൺസ്യൂമർ ബി 5ഉം വീതം വാങ്ങിക്കും. എങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് 4 + 5 = 9. 9 will be the total demand at price 1. ഇല്ലേ? ഇനി വില 2 ആണ് എങ്കിൽ എ എന്ന് പറയുന്ന കൺസ്യൂമർ 3ഉം ബി എന്ന് പറയുന്ന കൺസ്യൂമർ 4ഉം. അപ്പോൾ 3 + 4 = 7. 7 will be the market demand. Isn't it? വില 3 ആവുമ്പോഴോ 2 + 3 that is = 5. And if price is ₹4, then the market demand will be = 1 + 2 that is = 3. 3 will be the total demand in the market at price ₹4. Right? ഈ ഷെഡ്യൂളിനെ നമുക്ക് ഒരു കേവിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കാനാണ് സ്ഥിരമായി പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് ഈ ഷെഡ്യൂളിനെ നമുക്ക് കർവാക്കി മാറ്റാം. ഫസ്റ്റ് കർവ് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ
ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആണ്. സെക്കൻഡ് ഷെഡ്യൂൾ രണ്ടാമത്തെ കൺസ്യൂമറായ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ് ഷെഡ്യൂളാണ്. മൂന്നാമത്തത് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെയും ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെയും കൂടി ഒരുമിച്ചിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡ് കർവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഗ്രാഫിലേക്ക് ശ്രദ്ധിച്ച് നോക്കാം. എ എന്ന് പറയുന്ന കൺസ്യൂമർ പ്രൈസ് 1 ആയപ്പോൾ എത്ര എണ്ണം വാങ്ങിക്കുന്നു? 4 എണ്ണം. പ്രൈസ് 1 ആയപ്പോൾ 4, റൈറ്റ്. പ്രൈസ് 2 ആയപ്പോൾ 3, 3 ആയപ്പോഴോ 2, 4 ആയപ്പോഴോ 1. ഇതല്ലേ എ എന്ന് പറയുന്ന ഉപഭോക്താവിൻ്റെ ഡിമാൻഡ്? എങ്കിൽ ഇതിനെ യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഡിമാൻഡ് കർവ് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ കൺസ്യൂമറുടെ ഡിമാൻഡ് കർവാണ്, റൈറ്റ്. ഇനി രണ്ടാമത്തെ കൺസ്യൂമറുടെ ഡിമാൻഡ് ഷെഡ്യൂളിനെ നമുക്ക് ഒരു ഗ്രാഫിലേക്ക് മാറ്റാം. വില 1 ആയപ്പോൾ 5, 1 ആയപ്പോൾ 5, 2 ആയപ്പോഴോ 4, 3 ആയപ്പോൾ 3, 4 ആയപ്പോൾ 2, അല്ലേ? ഇതിനെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ഉപഭോക്താവിൻ്റെ ഡിമാൻഡ് കർവും ലഭിക്കും. ഫസ്റ്റ് ഗ്രാഫ് എ എന്ന വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഗ്രാഫാണ്. സെക്കൻഡ് ഗ്രാഫ് ബി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഗ്രാഫാണ്. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് കാണുന്നതിനായി എ എന്ന വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഗ്രാഫും ബി എന്ന വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഗ്രാഫും നാം തിരശ്ചീനമായി കൂട്ടുകയാണ്. അതായത് ഹൊറിസോണ്ടൽ സമ്മേഷനാണ് നാം മാർക്കറ്റ് ഡിമാൻഡ് കർവ് കാണുന്നതിനായി ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ 1 രൂപ വിലയായിരുന്നപ്പോൾ എ എന്ന് പറയുന്ന കൺസ്യൂമർ 4 എണ്ണം വാങ്ങിക്കുന്നു. അതേ വിലയ്ക്ക് ബി എന്ന കൺസ്യൂമർ 5 എണ്ണം വാങ്ങിക്കുന്നു. എങ്കിൽ 1 രൂപയ്ക്ക് 4 + 5 ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ്. എങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിൽ 1 രൂപ നിരക്കിൽ 4 + 5 = 9 എണ്ണം ഇവിടെ മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യപ്പെടും 1 രൂപ വിലയ്ക്ക്, ഇല്ലേ? എങ്കിൽ വില 2 ആണെങ്കിലോ, 2 ആണെങ്കിൽ എ 3 എണ്ണവും ബി 4 എണ്ണവും വാങ്ങിക്കും. എങ്കിൽ മാർക്കറ്റിൽ 2 രൂപയ്ക്ക് 3 + 4 = 7. ഇതായിരിക്കും നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ്. വില 3 ആണെങ്കിലോ, യെസ്, എ 2 ബി 3, ഇല്ലേ? എ 2 ബി 3 എണ്ണം വാങ്ങിക്കുന്നു. എങ്കിലോ മാർക്കറ്റ് യെസ് 2 + 3 = 5. എങ്കിൽ വില 3 ആണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് 5 ആയിരിക്കും. വില 4 ആണെങ്കിലോ, 4 ആണെങ്കിൽ എ 1 വാങ്ങിക്കും, ബി എത്ര എണ്ണം വാങ്ങിക്കുന്നു? 2 എണ്ണം വാങ്ങിക്കുന്നു. എങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് എത്രയായിരിക്കും? 1 + 2 = 3. എങ്കിൽ വില 4ന് നേരെ 3 ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ്. മനസ്സിലായില്ലേ? പ്ലോട്ട് ചെയ്ത പോയിന്റുകളെയെല്ലാം യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് കിട്ടുന്ന കർവാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്, കമ്പോള ചോദന വക്രം. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും മാർക്കറ്റ് ഡിമാൻഡ് കർവും തമ്മിലുള്ള ഏക വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് അല്പം ഫ്ലാറ്റർ ആയിരിക്കും ഏതിനേക്കാളും സ്റ്റീപ്പറായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിനേക്കാളും. ഓക്കെ, ഇനി 2 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു പാഠഭാഗം, ആഡിങ് അപ്പ് ഓഫ് 2 ലീനിയർ ഡിമാൻഡ് കർവ്സ്. ശ്രദ്ധിച്ചോളൂ. D1P = 10 - P. ഈ ലീനിയർ ഇക്വേഷൻ ഫസ്റ്റ് കൺസ്യൂമറുടെ ഡിമാൻഡ് ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നാം നേരത്തെ പഠിച്ചിട്ടുള്ള Q = A - BP എന്ന ലീനിയർ ഡിമാൻഡ് ഇക്വേഷന് സിമിലർ ആണ്, ഇല്ലേ? എന്തായിരുന്നു? D1P = 10 - 1P എന്ന് നമുക്ക് എഴുതാം, ഇല്ലേ?
1p എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? p തന്നെയാണ്. അപ്പോൾ 10 മൈനസ് p എന്ന് പറഞ്ഞാൽ എന്തായി? 10 മൈനസ് 1p എന്നതായി. റൈറ്റ്. ഇനി നോക്കുക, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 10 മൈനസ് p അല്ലേ? ഇവിടെ പിക്ക് പകരം നാം 10 രൂപ കൊടുക്കുക എങ്കിൽ 10 മൈനസ് 10 ഈസ് ഈക്വൽ ടു എത്രയാണ്? യെസ്, 0 ആണ്. ഇതാണ് ഫസ്റ്റ് കൺസ്യൂമറുടെ ഡിമാൻഡ്. വില എത്രയാണെങ്കിൽ? 10 രൂപ ആണെങ്കിൽ. ഇഫ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ബിക്കംസ് 9, then the demand will be 1 for the first consumer is concerned. ഇല്ലേ? വില ഇവിടെ 8 ആണെങ്കിലോ എത്രയായിരിക്കും? യെസ്, 2 ആയിരിക്കും. ഓക്കെ. ഇനി നോക്കുക, ഇവിടെ വില 1 യൂണിറ്റ് വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? 1 യൂണിറ്റ് കുറയുന്നു. For a unit increase in the price of a good, the demand falls by b unit. ഇല്ലേ? ഇവിടെ 1 യൂണിറ്റ് വില വർദ്ധിച്ചപ്പോൾ സാധനത്തിൻ്റെ ഡിമാൻഡ് b യൂണിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 2ൽ നിന്നും എത്രയായി? 1 മാറി. എങ്കിൽ എത്രയാ മാറ്റം? 1 ആണ്. എത്രയാണ് മാറ്റം? നമ്മുടെ b യൂണിറ്റ് ആണ്. ഇവിടെ മൈനസ് 1p എന്നല്ലേ? അപ്പോൾ b യൂണിറ്റ് ആണ് മാറ്റം. ഓക്കെ. ഇനി d2p ഈസ് ഈക്വൽ ടു 15 മൈനസ് p. ഇതാണ് രണ്ടാമത്തെ ഉപഭോക്താവിൻ്റെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ. അതായത് സെക്കൻഡ് കൺസ്യൂമറുടെ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് 15 മൈനസ് p. ഇവിടെ വില 16 രൂപയായിരുന്നുവെങ്കിൽ 15 കുറയ്ക്കണം 16 ഈസ് ഈക്വൽ ടു -1. -1 എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ഇല്ലല്ലോ. അപ്പം 15 രൂപയാണ് വിലയെങ്കിലോ 15 കുറയ്ക്കണം 15 ഈസ് ഈക്വൽ ടു 0. ഡിമാൻഡ് വേണമെങ്കിൽ 0 ആകാം അല്ലേ? വില 14 ആണെങ്കിലോ രണ്ടാമത്തെ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം 15 കുറയ്ക്കണം 14 ഈസ് ഈക്വൽ ടു 1. 1 യൂണിറ്റ് സെക്കൻഡ് കൺസ്യൂമർ വില 14 ആണ് എങ്കിൽ വാങ്ങിച്ചിരിക്കും. റൈറ്റ്. അപ്പോൾ അറ്റ് എനി പ്രൈസ് ലെസ് ദെൻ ഓർ ഈക്വൽ ടു 10, മാർക്കറ്റ് ഡിമാൻഡ് വിൽ ബി d1p ഈസ് ഈക്വൽ ടു 10 മൈനസ് p പ്ലസ് d2p ഈസ് ഈക്വൽ ടു 15 മൈനസ് p. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 25 മൈനസ് p പ്ലസ് p 2p. ഇതായിരിക്കും നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് അല്ലേ? ഇഫ് ദ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 10 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എങ്കിലോ മാർക്കറ്റ് ഡിമാൻഡ് എത്രയായിരിക്കും? യെസ്, 15 മൈനസ് p ആയിരിക്കും. നൗ സപ്പോസ് ഇഫ് ദ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 15, വാട്ട് വിൽ ബി ദ മാർക്കറ്റ് ഡിമാൻഡ്? യെസ്, മാർക്കറ്റ് ഡിമാൻഡ് വിൽ ബി 0. വെരി ഗുഡ്. ഇതുവരെ എന്നെ കേട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.